ഹായ് ഗൈസ്. സോ നമ്മൾ ഇന്ന് ഓഡിറ്റിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഓഡിറ്റിങ്ങിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിലെ എസ്സേസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ദി സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ നമ്മൾ ഓഡിറ്റിംഗ് പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോർഷൻ തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ ഹാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. സോ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ്? ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. സോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ 2 കോൺസെപ്റ്റ് ആണ് നോക്കുന്നത്. ഒന്ന് ഫസ്റ്റ് വൺ ഓഡിറ്റ് റിപ്പോർട്ട്, സെക്കൻഡ് വൺ കമ്പനീസ് ആക്ട് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ്. ഓക്കെ, ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ട്, ഒന്ന് കമ്പനീസ് ആക്ടിൽ പറയുന്ന കുറച്ച് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട്? ഈ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൽ ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ട്, കമ്പനീസ് ആക്ടിൽ പറയുന്ന കുറച്ച് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സും ഉണ്ട്. ഈ ചാപ്റ്ററിൽ ആകെ 7 സ്റ്റാൻഡേർഡ്സ് ആണ്. SA 600, SA 299, SA 700, 701, 705, 706, 70. SA 600 എന്ന് പറഞ്ഞത്, SA 600 എന്ന് പറഞ്ഞത് യൂസ് ഇൻ ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ. ആൻഡ് SA 299 എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഓഡിറ്റ്. ആൻഡ് SA 700, 701, 705, 706, 70 എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് സീരീസ് ആണ്. സോ നമുക്ക് SA 600ഉം XA 610യും പഠിച്ചിരിക്കുന്നത്. XA 600 എന്ന് പറയുന്നത് യൂസ് ഇൻ ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ. ആൻഡ് SA 610 എന്ന് പറയുന്നത് യൂസ് ഇൻ ദ വർക്ക് ഓഫ് ഇന്റേണൽ ഓഡിറ്റർ. ഈ 600 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, അത് അതർ ഓഡിറ്ററായിട്ട് എടുക്കുക. 610 1 വരുന്നുണ്ട്, അത് ഇന്റേണൽ ഓഡിറ്ററായിട്ട് എടുക്കുക. സോ SA 600ഉം 610 മാറിപ്പോതിരിക്കാൻ വേണ്ടി 600 0 എന്ന് പറയുന്നത് അതർ ഓഡിറ്ററും SA 610 1 എന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റർ. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് മെമ്മറൈസ് ചെയ്യാനുള്ള ഈസി ടിപ്പാണിത്. ദെൻ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് XA 600 ആണ്. XA 600 എന്ന് പറയുന്നത് യൂസ് ഇൻ ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ ആണ്. ഇവിടെ ഓഡിറ്റ് ഓഫ് ബ്രാഞ്ച് ഓഫീസ് അക്കൗണ്ട്സ്, ഇത് നമ്മൾ ലോയിൽ തന്നെ പഠിക്കുന്നുണ്ട് ബ്രാഞ്ച് അക്കൗണ്ട്സിനെ കുറിച്ച്. സോ ബ്രാഞ്ച് അക്കൗണ്ട്സ് പറയുന്നത് അതാണ് ഇവിടെ SA 128 സബ്സെക്ഷൻ 1 പറയുന്നത്. ആസ് പെർ സെക്ഷൻ 128 subsection 1 of the Companies Act 2013, every company shall prepare and keep at its register office books of accounts and other relevant accounts, purpose and financial statements of every financial year, which give a true and fair view of the state of the affairs of the company, including that of branch office or offices, if any, explain the transactions affected both the register office and its branches, and such book shall kept on accrual basis according to the double entry system of accounting. Okay, ഇതില് every company shall prepare and keep books of accounts. എന്തൊക്കെ ചെയ്യണം? every company shall, ഞാൻ ഇവിടെ എഴുതാം, every company shall prepare and keep എന്ത് പ്രിപ്പയർ ചെയ്യാമെന്ന്, എന്ത് കീപ്പ് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് പേപ്പേഴ്സ്, then what? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഉണ്ട്, ബുക്സ് ആൻഡ് പേപ്പേഴ്സ് ഉണ്ട്, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. ഇതാണ് എല്ലാ കമ്പനിയും പ്രിപ്പയർ ആൻഡ് കീപ്പ് ചെയ്യേണ്ടത്. ഇത്രയും കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി ട്രാൻസാക്ഷൻ. നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ അവിടെ ഒരു നരേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് എക്സ്പ്ലെയിൻ ദി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് നോക്കും. ദെൻ അത് ഓൺ ദ ബേസിസ് ഓഫ് അക്രൂവൽ ബേസിസ്. നമുക്കറിയാം അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? അക്രൂവൽ ബേസിസിലാണ്. ദെൻ അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി സിസ്റ്റം. ഓക്കെ,
ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ട്, ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറയുന്നത്. സോ എവറി കമ്പനി ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് പേപ്പേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്താണ് പറയുന്നത്, എക്സ്പ്ലെയിൻ ദി ട്രാൻസാക്ഷൻസ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ, അക്രൂവൽ ബേസിസ്, ഡബിൾ എൻട്രി സിസ്റ്റം. ആ നോട്ട്സ് ആണ് ഇവിടെ പറയുന്നത്. എല്ലാ കമ്പനിയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് പേപ്പേഴ്സ്, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതെന്താണ് നമുക്ക് തരുന്നത്, ട്രാൻസാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് പറയും, അക്രൂവൽ ബേസിസിലാണ്, ആൻഡ് അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി അക്കൗണ്ടിങ്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഇതാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കമ്പനി ലോയിൽ കമ്പനീസ് ആക്ടിൽ പഠിക്കുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട്സ് ഇത് എന്തൊരു പോർഷനാണ്, ബ്രാഞ്ച് അക്കൗണ്ട്സ്. ഇത് ബ്രാഞ്ച് അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിനി പഠിക്കാൻ പോണത് എന്തിനെ കുറിച്ചാണ്, ബ്രാഞ്ച് ഓഡിറ്റിനെ കുറിച്ചാണ് നമ്മളോട് പഠിക്കാൻ പോണത്. ഈ ബ്രാഞ്ച് ഓഡിറ്റ് പഠിക്കുന്നതിന് മുന്നേ കുറച്ച് കീവേഡ്സ് ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ SA-600 ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഓക്കെ, അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. ഹെഡ് ഓഫീസിന് കുറെ ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2. ഇത് A ലിമിറ്റഡ് എന്ന് പറഞ്ഞു കൊടുത്ത്. ഈ A ലിമിറ്റഡ് ഹെഡ് ഓഫീസിന് വേണ്ടി എന്ത് ചെയ്ത്, ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. ആ ഓഡിറ്ററിന് പറയുന്ന പേരാണ് എന്ത്, പ്രിൻസിപ്പൽ ഓഡിറ്റർ. That auditor is called principal auditor. Okay, then branch 1, branch 2. ഈ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് എന്താണ്, ഈ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് ടൈം ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ബ്രാഞ്ചസിലെ ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ A ലിമിറ്റഡ് എന്ത് ചെയ്ത്, ബ്രാഞ്ച് 1നും ബ്രാഞ്ച് 2നും വേറെ വേറെ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഈ സപ്പോസ് പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ന് പറയുന്നത് മിസ്റ്റർ A ആണെന്ന് വെച്ചോ. ബ്രാഞ്ച് 1ലെ ഓഡിറ്റർ ആരാണ്, മിസ്റ്റർ B. ദെൻ ബ്രാഞ്ച് 2ലെ ഓഡിറ്റർ മിസ്റ്റർ C. സോ ഇവരെ പറയുന്ന പേരെന്താണ്, അതർ ഓഡിറ്റേഴ്സ്. ഓക്കെ, ഇവരാണ് അതർ ഓഡിറ്റേഴ്സ്. ഇപ്പോൾ A ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അത് ഹെഡ് ഓഫീസാണ്. അത് ഹെഡ് ഓഫീസിന് വേണ്ടി ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് അവരെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഓഡിറ്റേഴ്സ്. ദെൻ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചസിൽ ഓരോ ബ്രാഞ്ചിനും ഓരോ ഓഡിറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് A ലിമിറ്റഡ്. സോ അവരെ പറയുന്ന പേരെന്താണ്, അതർ ഓഡിറ്റർ. ഓക്കെ, ഇതാണ് കീവേഡ്. ഇപ്പോൾ സപ്പോസ് ഇൻ കേസ് ഹെഡ് ഓഫീസിലും ബ്രാഞ്ചസിലും സെയിം ഓഡിറ്റർ തന്നെയാണെങ്കിൽ SA-600 ആവശ്യം വരുന്നില്ല. ബിക്കോസ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് SA-600 എന്ന് പറയുന്ന കുറച്ച് ഡെഫിനേഷൻ ഉണ്ട്. SA-600 പ്രിൻസിപ്പൽ ഓഡിറ്റർ ഉണ്ടായിരിക്കണം, ദെൻ അതർ ഓഡിറ്റർ ഉണ്ടായിരിക്കണം, ദെൻ കമ്പോണൻസ് ഉണ്ടായിരിക്കണം. ഈ കമ്പോണൻസ് എന്ന് പറഞ്ഞ കുറിച്ച് നമ്മൾ ഡെഫിനേഷനിൽ പഠിക്കാൻ പോകുന്നുണ്ട്, ആ ടൈമിൽ പഠിക്കാം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് ഉണ്ട്, ദെൻ ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്യുന്ന അതർ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങോട്ട് സെൻഡ് ചെയ്യും, ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്യും. ചെയ്തിട്ടാണ് പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്നുവെച്ചാൽ ബ്രാഞ്ചസിലെ റിപ്പോർട്ട് ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യും. എന്നിട്ട് പ്രിൻസിപ്പൽ ഓഡിറ്റർ കൺസോളിഡേറ്റ് ചെയ്ത് ദെൻ ആണ് ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രിൻസിപ്പൽ ഓഡിറ്ററും അതർ ഓഡിറ്ററും തമ്മിൽ ഒരു കോർഡിനേഷൻ വരികയും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഓഫ് വർക്ക് ഡൺ ബൈ ദി പ്രിൻസിപ്പൽ ഓഡിറ്റർ ആൻഡ് ദി അതർ ഓഡിറ്റർ. ഓക്കെ, so there are two auditors, one is principal auditor and other auditor. So what's my question is, SA-600 is applicable to all audits. SA-600 എല്ലാ ഓഡിറ്റിനും ആപ്ലിക്കബിൾ ആണോ, അല്ല. ബിക്കോസ് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു SA-600 ആപ്ലിക്കബിൾ ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം,
അവിടെ ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ ഉണ്ടായിരിക്കണം, അവിടെ ഒരു അതർ ഓഡിറ്റർ ഉണ്ടായിരിക്കണം. സപ്പോസ് ഹെഡ് ഓഫീസും ഉണ്ട്, ബ്രാഞ്ചും ഉണ്ട്. ഹെഡ് ഓഫീസിലെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതും പ്രിൻസിപ്പൽ ഓഡിറ്ററാണ്. അവിടെ ഉണ്ടാവുന്ന ബ്രാഞ്ചസിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആര് തന്നെയാണ്? പ്രിൻസിപ്പൽ ഓഡിറ്റർ തന്നെയാണ്. സോ അവിടെ 600 ആപ്ലിക്കബിൾ ആണ് അല്ല, അവിടെ രണ്ടിടത്ത് പ്രിൻസിപ്പൽ ഓഡിറ്റർ തന്നെയാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതർ ഓഡിറ്റർ വരുന്ന കേസിലാണ് 600 ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ദെൻ അവിടെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരു ഓഡിറ്ററിന്റെ ആവശ്യം വരുന്നുള്ളൂ, ഇല്ലെങ്കിൽ വരുന്നില്ല. അങ്ങനെ രണ്ട് കേസസ്. അവിടെ എന്തുണ്ടായിരിക്കണം? ബ്രാഞ്ചും ഉണ്ടായിരിക്കണം, അവിടെ അതർ ഓഡിറ്ററും ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് 600 ആപ്ലിക്കബിൾ. ഓക്കെ. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്പനീസ് ആക്ടിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞു. രജിസ്റ്റർ ഓഫീസില് അതാണ് രജിസ്റ്റർ ഓഫീസ് കീപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ. ദെൻ ഓക്കെ, നമ്മൾ പറഞ്ഞു every company shall prepare and keep books of accounts and then books and papers, financial statements, അതെല്ലാം നമുക്ക് കീപ്പ് ചെയ്യണം. ദെൻ അത് എക്സ്പ്ലെയിൻ ദ ട്രാൻസാക്ഷൻ ട്രൂ ആൻഡ് ഫെയർലി, അക്രൂ ബേസിസ്, ഡബിൾ എൻട്രി സിസ്റ്റം. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ബുക്സ് ആൻഡ് പേപ്പർ ഈസ് വൈഡർ ദാൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബിക്കോസ് ബുക്സ് ആൻഡ് പേപ്പേഴ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്, ഡീറ്റ്സ് വരുന്നുണ്ട്, രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്, മിനിറ്റ്സ് വരുന്നുണ്ട്, അതെല്ലാം വരുന്നുണ്ട്. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനേക്കാളും വൈഡർ ആണ് എന്ത്? ബുക്സ് ആൻഡ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് രജിസ്റ്റർ ഓഫീസ്. അത് നമുക്ക് എവിടെ സൂക്ഷിച്ചേക്കാം? രജിസ്റ്റർ ഓഫീസിൽ സൂക്ഷിച്ചേക്കാം. സപ്പോസ് ഇത് എനി അതർ രജിസ്റ്റർ ഓഫീസ് അല്ലാതെ എനി അതർ പ്ലേസസിലാണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ പാസ് ബോർഡ് റെസൊല്യൂഷൻ. ഇന്ത്യയിലാണെങ്കിൽ എന്ത്? ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ആൻഡ് നോട്ടീസ് ടു ROC വിത്തിൻ 7 days ഓഫ് ബോർഡ് റെസൊല്യൂഷൻ. അത് നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യണം. ആരുടെ? രജിസ്ട്രാറിൻ്റെ അടുത്ത് നമ്മൾ പറയണം വിത്തിൻ ദി 7 days ഓഫ് ദി ബോർഡ് റെസൊല്യൂഷൻ. ബോർഡ് റെസൊല്യൂഷൻ നടത്തി 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ROCയുടെ അടുത്ത് പറയുകയും ചെയ്യണം. ദെൻ ഔട്ട്സൈഡ് ഇന്ത്യ അലൗഡ് ആയിരിക്കത്തില്ല, നോട്ട് അലൗഡ്. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ. ഓക്കെ. ദെൻ അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഈ പാരഗ്രാഫിൽ ഞാൻ അതാണ് പറയുന്നത്. അതിൻ്റെ നോട്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കെറ്റ് അറ്റ് സമ്മറി നോട്ടാണിത്. കെറ്റ് അറ്റ് എവിടെയൊക്കെ? ഒന്ന് രജിസ്റ്റർ ഓഫീസിലും ഒന്ന് എനി അതർ പ്ലേസിലും. ദെൻ രജിസ്റ്റർ ഓഫീസ് അത് എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രജിസ്റ്റർ ഓഫീസ് ചെയ്യാം. ദെൻ എനി അതർ പ്ലേസസിൽ ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻ ഇന്ത്യയിലാണെങ്കിൽ എന്ത് ചെയ്യണം? പാസ് ബോർഡ് റെസൊല്യൂഷൻ. ദെൻ നോട്ടീസ് ടു ROC വിത്തിൻ 7 days ഓഫ് ബോർഡ് റെസൊല്യൂഷൻ. ഓക്കെ. ദെൻ ഇന്ത്യയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നോട്ട് അലൗഡ്. അത് വേറൊരിടത്ത് ഔട്ട്സൈഡ് ഇന്ത്യയുടെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല, സാധിക്കത്തില്ല. അതാണ് ഈ 2 പാരഗ്രാഫിലായിട്ട് പറയുന്നത്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞു. ദെൻ ഇനി നമ്മളാണ് ഒരു നോട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇഫ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ദി ട്രാൻസാക്ഷൻസ് അഫക്റ്റഡ് ദി ബ്രാഞ്ച് ഓഫീസ് ആർ കെപ്റ്റ് അറ്റ് ദി ഓഫീസ് and proper summarized returns periodically are sent by the branch office to the company register office or the other place. ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഈ നമ്മൾ പിക്ചർ ചെയ്താണ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ഇവിടെ ഹെഡ് ഓഫീസിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഇത് എഴുതിയിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഹെഡ് ഓഫീസിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഉണ്ട്, ബ്രാഞ്ചിലും എന്തുണ്ട്? ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഉണ്ട്. സോ ഓരോരുത്തരും അവരുടേതായ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും. ഹെഡ് ഓഫീസിൻ്റെതായ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ബ്രാഞ്ചിൻ്റെതായ ഹെഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ബ്രാഞ്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ പീരിയോഡിക്കലി ഇതിന്റെ സമ്മറി ആർക്ക് സെൻഡ് ചെയ്യും? ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യും. ഹെഡ് ഓഫീസ് എവിടെയാണോ എവിടെയാണെന്ന് വെച്ചാൽ ടു ദ കമ്പനി ആയിട്ട് രജിസ്റ്റർ ഓഫീസ് ഓർ ദ അതർ പ്ലേസ്, അത് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് സമ്മറി സെൻഡ്
സെൻഡ് ചെയ്യും. അതാണ് ഈ ലൈനിൽ പറഞ്ഞത്. ഇഫ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ദ ട്രാൻസാക്ഷൻ അഫക്റ്റഡ് അറ്റ് ദി ബ്രാഞ്ച് ഓഫീസ് ആർ കെപ്റ്റ് അറ്റ് ദി ഓഫീസ് and proper summarized returns periodically are sent by the branch office to the company at the register office on that place. എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഓഫീസിൽ കീപ്പ് ചെയ്യുകയും പിന്നീട് അതിന്റെ സമ്മറൈസ്ഡ് റിട്ടേൺസ് ആണ് നമ്മൾ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് കമ്പനിയിലേക്ക് പീരിയോഡിക്കലി സെൻഡ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. അതാണ് ബ്രാഞ്ച് അക്കൗണ്ട്സിൽ. ബ്രാഞ്ച് അക്കൗണ്ട്സിലാകെ 3 പോയിന്റ്സ് ആണ്. ഒന്ന്, എവരി കമ്പനി ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് പേപ്പേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കണം? എക്സ്പ്ലെയിൻ ദ ട്രാൻസാക്ഷൻ ഡേറ്റിന് നിങ്ങൾ കോഡാണ് ഇതെന്താണ് ഡേറ്റ് എന്ന് വിചാരിച്ചാൽ മതി. DATE ഡേറ്റ്. ഒന്ന് ഡബിൾ എൻട്രി സിസ്റ്റം, ഒന്ന് അക്രൂവൽ ബേസിസിൽ, ഒന്ന് ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ഒന്ന് എക്സ്പ്ലെയിൻ ദി ട്രാൻസാക്ഷൻ. ഓക്കെ, അതാണ് അതിന്റെ കോഡ്. ദെൻ അത് എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ഓഫീസിൽ ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ താഴെ പറഞ്ഞ പോയിന്റ് ഇറ്റ്സ് കെപ്റ്റ് അറ്റ് രജിസ്റ്റർ ഓഫീസ് അല്ലെങ്കിൽ എനി അതർ പ്ലേസസ്. എനി അതർ പ്ലേസ് ആണെങ്കിൽ ഇൻ ഇന്ത്യയിലാണെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ ROCക്ക് അറിയിക്കുകയും ചെയ്യണം. ദെൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോട്ട് അലൗഡ് ആണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ പറയുന്നത് ബ്രാഞ്ച് ഓഫീസുമായി എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫീസിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആ ഓഫീസിൽ തന്നെ കീപ്പ് ചെയ്യും. അതിന്റെ സമ്മറൈസ്ഡ് വേർഷൻ മാത്രമാണ് എന്ത് നമ്മൾ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് കമ്പനിയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ബ്രാഞ്ച് ഓഡിറ്റ് ആണ്. ബ്രാഞ്ച് ഓഡിറ്റ് എന്ന് പറയുന്നത് where a company has a branch office, the accounts of that office shall be audited either by the auditor appointed for the company under this act or by any other person qualified for appointment as an auditor of the company under this act and appointed as such under section 139. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് എന്തുണ്ട്? ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഉണ്ടെന്നും പറഞ്ഞു. സോ ആ ബ്രാഞ്ചിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ ആര് ഓഡിറ്റ് ചെയ്യണം? ആ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഓഡിറ്ററായിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകൾ, വ്യക്തികൾ എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം. അത് CAs ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. either by auditor appointed for the company under this act or by any other person qualified for appointment as an auditor of the company. എന്ന് വെച്ചാൽ ആ കമ്പനിയിൽ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിഫൈ ചെയ്ത ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, ഒന്നല്ലെങ്കിൽ കമ്പനിയുടെ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റർ പൊസിഷനിലേക്ക് വരാവുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം അണ്ടർ ദി സെക്ഷൻ 139 പ്രകാരം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇപ്പം ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. ആ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ ഓഡിറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന നിലയിൽ ക്വാളിഫൈ ചെയ്തു വരുന്ന ഒരു വ്യക്തിയായിരിക്കണം അണ്ടർ ദി സെക്ഷൻ 139. And second point എന്താണെന്ന് വെച്ചാൽ where the branch office is situated in a country outside India, the accounts of the branch office shall be audited either by the company's auditor or by an accountant or other person duly qualified to act as an auditor of the accounts of the branch office in accordance with the laws of that country and duties and powers of the company's auditor. ഇതെന്താണെന്ന് വെച്ചാൽ സപ്പോസ് ബ്രാഞ്ച് ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. ഹെഡ് ഓഫീസ് ഇന്ത്യയിലാണ്, ബട്ട് അതിന്റെ ബ്രാഞ്ച് ഓഫീസ് ഇന്ത്യക്ക് പുറത്താണ്, ഫോറിൻ കൺട്രിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ഓഡിറ്റർ ആയിരിക്കും. നമ്മുടെ കമ്പനി ആരാണോ, നമ്മുടെ കമ്പനി ആസ് എ ഹോൾ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ആ വ്യക്തിയായിരിക്കും ഓഡിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി അതർ പേഴ്സൺ ഡൂലി ക്വാളിഫൈഡ് ടു ആക്ട് ആസ് ആൻ ഓഡിറ്റർ ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി ബ്രാഞ്ച് ഓഫീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോസ് ഓഫ് ദാറ്റ് കൺട്രി ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്പനീസ് ഓഡിറ്റർ. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഓഡിറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ എന്തായിരിക്കണം? ഡൂലി ക്വാളിഫൈഡ് എന്ന് വെച്ചാൽ ഒന്ന് ആ നാട്ടിലെ ലോസ് അനുസരിച്ച്, ആ നാട്ടിൽ ആസ് പെർ ദി ലോസ് ഓഫ് ദാറ്റ് കൺട്രി, ഏത് ഫോറിൻ കൺട്രിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ കൺട്രിയിലെ നിയമങ്ങൾ അനുസരിച്ച് ആ കമ്പനിയിലെ ആ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പിന്നീട് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്പനി ഓഡിറ്റർ, കമ്പനീസ് ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഉള്ള ആളുമായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നമ്മൾ CA പാസ്സായിട്ട് അമേരിക്കയിൽ പോയി ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ ലോ എന്താ? അവിടുത്തെ ലോ CPA പാസ്സായിരിക്കണം. CPA പാസ്സായി മാത്രം അവിടുത്തെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ റൂൾസ് വെച്ചാൽ
ഇവിടുത്തെ CEO ആണ്, പിന്നീട് നമ്മൾ അവിടെ പോയി എന്ത് ചെയ്യുന്നുണ്ട്, CPA എക്സാം പാസ് ആവുന്നുണ്ട്. സോ അതാണ് ഡൂലി ക്വാളിഫിക്കേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതാണ് ഈ 2 പോയിന്റ്. ഈ ബ്രാഞ്ച് ഓഡിറ്റിൽ 2 പോയിന്റ് എന്തൊക്കെയാ? ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കമ്പനിക്ക് ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. ഒന്ന് നമ്മുടെ വിത്തിൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസും നമ്മുടെ നാട്ടിൽ തന്നെ വിത്തിൻ ഇന്ത്യയിൽ തന്നെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഓഡിറ്റർ ആ ഓഫീസിൽ ബ്രാഞ്ച് ഓഫീസിൽ ഓഡിറ്റ് ചെയ്യുന്ന നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ ക്വാളിഫൈഡ് അപ്പോയിന്റ്മെന്റ് ആസ് ആൻ ഓഡിറ്റർ അണ്ടർ ദി സെക്ഷൻ 139. then the branch is situated outside India. ഇന്ത്യക്ക് പുറമേ ആണെങ്കിൽ ആ ബ്രാഞ്ച് ഓഫീസിന് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് കമ്പനി ഓഡിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ ഡ്യൂലി ക്വാളിഫൈഡ് ടു ആക്ട് ആസ് ആൻ ഓഡിറ്റർ ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി ബ്രാഞ്ച് ഓഫീസ് ഇൻ അക്കോർഡിംഗ് ടു ദി ലോസ് ഓഫ് ദാറ്റ് കൺട്രി ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്പനീസ് ഓഡിറ്റർ. അതാണ് ബ്രാഞ്ച് ഓഡിറ്റ്. നമ്മുടെ വിത്തിൻ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും, ഔട്ട്സൈഡ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദെൻ ബ്രാഞ്ച് ഓഡിറ്റർ ഷാൽ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദി അക്കൗണ്ട്സ് ഓഫ് ദാറ്റ് ബ്രാഞ്ച് എക്സാമിൻഡ് ബൈ ഹിം ആൻഡ് സെൻഡ് ഇറ്റ് ടു ദി ഓഡിറ്റർ ഓഫ് ദ കമ്പനി. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ മെയിൻ ലക്ഷ്യം തന്നെ എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി ഈ ബ്രാഞ്ച് ഓഡിറ്റർ ആ ബ്രാഞ്ച് ഓഫീസിലെ ഓഡിറ്റ് അയാൾ സ്വയം ചെയ്ത്, ആ വ്യക്തി സ്വയം ചെയ്തിട്ട് ആ റിപ്പോർട്ട് എന്ത് ചെയ്യും, ആ സമ്മറി, ആ റിപ്പോർട്ട് അത് എന്ത് ചെയ്യും, സമ്മറി നമ്മൾ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അതാണ് ഈ സെന്റൻസ് പറയുന്നത്. The branch auditor shall prepare a report on the accounts of the branch examined by him and send it to the auditor of the company. ആ കമ്പനിയിൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ ആരാണ്, ആ വ്യക്തിക്ക് എന്ത് ചെയ്യും, അത് സെൻഡ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇങ്ങനെ എന്താണ് അതർ ഓഡിറ്ററിനെ ഒരു കമ്പനി അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഈ ബ്രാഞ്ചിലെ ഈ ബ്രാഞ്ച് ഓഫീസിൽ ഈ ഓഡിറ്റ് നിങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു കമ്പനി അപ്പോയിന്റ് ചെയ്യും അതർ ഓഡിറ്റേഴ്സിനെ. സോ ആ റിപ്പോർട്ട് അതർ ഓഡിറ്റർ ചെയ്ത റിപ്പോർട്ട് ആരുടെ കയ്യിലാണ് വരുന്നത്, പ്രിൻസിപ്പൽ ഓഡിറ്ററിന്റെ കയ്യിലാണ് വരുന്നത്. എന്നിട്ട് പ്രിൻസിപ്പൽ ഓഡിറ്റർ ആണ് എന്തിനാണ് കൺസോളിഡേറ്റ് ചെയ്ത് ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി പ്രിൻസിപ്പൽ ഓഡിറ്റർ വൈൽ യൂസിങ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് അതർ ഓഡിറ്റേഴ്സ്, വൈ യൂസിങ് ദി വർക്ക് ഓഫ് അതർ ഓഡിറ്റേഴ്സ്. വേറൊരു വ്യക്തിയുടെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ന നിലയിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് എടുക്കേണ്ടത്, അതാണ് പിന്നീട് ഇവിടെ പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ കുറച്ച് ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെ ഡെഫിനേഷൻ ആണെന്ന് നോക്കാം. പ്രിൻസിപ്പൽ ഓഡിറ്റർ, നമ്മൾ ഇത്ര നേരം പറഞ്ഞു പ്രിൻസിപ്പൽ ഓഡിറ്റർ അതർ ഓഡിറ്റർ എന്നൊക്കെ. സോ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ഓഡിറ്റർ മീൻസ് ദ ഓഡിറ്റർ വിത്ത് റെസ്പോൺസിബിലിറ്റി ഫോർ റിപ്പോർട്ടിംഗ് ഓൺ ദി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ആൻ എൻറ്റിറ്റി when that financial information includes the financial information of one or more components audited by the another auditor. ഇതെന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ മൊത്തം ആസ് എ ഹോൾ ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തും കൂടെ വരുന്നുണ്ട്, ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിൽ കമ്പോണൻസ് എന്ന് വെച്ചാൽ ആ ഹെഡ് ഓഫീസിന് ബ്രാഞ്ച് കമ്പോണൻസ് ബ്രാഞ്ചസ് ഡിവിഷൻ, ആ വേറൊരു ഓഡിറ്റർ, ആ കമ്പനിക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിലെ വേറൊരു ഓഡിറ്റർ ആയിരിക്കും അത് ഓഡിറ്റ് ചെയ്തിരിക്കുക. ആ സ്റ്റേറ്റ്മെന്റ്സും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് വേറെ ബ്രാഞ്ചസിൽ സ്റ്റേറ്റ്മെന്റ് സമ്മറി പ്രിൻസിപ്പൽ ഓഡിറ്റർ സെൻഡ് ചെയ്യും, അത് കൺസോളിഡേറ്റ് ചെയ്താണ് ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, നമ്മൾ പഠിച്ചു. അതാണ് അവിടെ പറയുന്നത്. ദെൻ അതർ ഓഡിറ്റർ മീൻസ് ആൻ ഓഡിറ്റർ അതർ ദാൻ ദി പ്രിൻസിപ്പൽ ഓഡിറ്റർ വിത്ത് ദ റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട് ഓൺ ദി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ കമ്പോണന്റ് വിച്ച് ഈസ് ഇൻക്ലൂഡ് ഇൻ ദി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഡിറ്റഡ് ബൈ ദി പ്രിൻസിപ്പൽ ഓഡിറ്റർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഈ സെന്റൻസ്. അതർ ഓഡിറ്റർ പ്രിൻസിപ്പൽ ഓഡിറ്റർ അല്ല, വേറെ വരുന്ന എല്ലാവരും അതർ ഓഡിറ്റേഴ്സ് ആയിരിക്കും. ദെൻ ഇവർ ഇപ്പൊ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിന് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അത് എവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും, പ്രിൻസിപ്പൽ ഓഡിറ്റർ ചെയ്ത റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഫിനാൻഷ്യൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ കൊടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കമ്പോണന്റ് എന്ന് വെച്ചാൽ ഇതാണ് ഡിവിഷൻ, ബ്രാഞ്ച്, സബ്സിഡി, ജോയിന്റ് വെഞ്ചർ, അസോസിയേറ്റഡ് എന്റർപ്രൈസസ്. അതാണ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ദെൻ ഇനിയാണ് നമ്മൾ SI 600 യൂസിങ് ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റേഴ്സ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അനദർ ഓഡിറ്റേഴ്സ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് ഇതാണ് ഇമ്പോർട്ടൻറ്റ് സെന്റൻസ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അനദർ ഓഡിറ്റർ ഹാസ് അപ്പോയിന്റഡ് ഫോർ ദി കമ്പോണന്റ്. വേറൊരു ഓഡിറ്റർ ഒരു ആ കമ്പനിയുടെ ബ്രാഞ്ചിന് വേണ്ടി വേറൊരു ഹെഡ് ഓഫീസ് ഉണ്ട്, കമ്പനിയുടെ ബ്രാഞ്ചസിന് വേണ്ടി വേറൊരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തു.
The principal auditor would normally be entitled to rely upon the work of such auditor unless there are special circumstances to make it essential for him to visit the component and or to examine the books of accounts and other records of the said documents. Okay. എന്ന് വെച്ചാൽ ഒരു കമ്പോണന്റ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് ആ ടൈമിൽ എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ ഓഡിറ്റർ റിലേ ചെയ്തിരിക്കണം. അപ്പോൾ അയാൾ ചെയ്ത വർക്കിൽ റിലേ ചെയ്തിരിക്കണം. സോ അതിനു വേണ്ടി സംടൈംസ് എന്ത് ചെയ്യണം, അയാൾ പ്രിൻസിപ്പൽ ഓഡിറ്റർ വേറൊരു ഓഡിറ്ററിന്റെ വർക്ക് റിലേ ചെയ്യും. ബട്ട് സംടൈംസ് അവര് വിസിറ്റ് ചെയ്യും, വിസിറ്റ് ദി കമ്പോണന്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് ടു മേക്ക് ഇറ്റ് എസെൻഷ്യൽ ഫോർ ഹിം ടു വിസിറ്റ് ദ കമ്പോണന്റ്. ആ ബ്രാഞ്ചിൽ പോയി വിസിറ്റ് ചെയ്യുകയും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുകയും അതർ റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. സോ എന്തിനു വേണ്ടിയാണ് റിലേ അപ്പോൺ പ്രിൻസിപ്പൽ ഓഡിറ്റർ റിലേ അപ്പോൺ ദി വർക്ക് ഡൺ ബൈ ദി അതർ ഓഡിറ്റേഴ്സ്. Then further it requires that principal auditor should perform procedures to obtain sufficient and appropriate audit evidence that the work of the other auditors adequate for the principal auditor's purposes. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതർ ഓഡിറ്റേഴ്സ് പ്രിൻസിപ്പൽ ഓഡിറ്ററിന് റിപ്പോർട്ട് കൊടുക്കുന്നു. സോ അത് ഓഡിറ്റർ കൊടുക്കുന്ന റിപ്പോർട്ട് അഡ്വക്കേറ്റ് അത് മതിയോ, അത് തന്നെ ധാരാളമാണോ എന്ന് പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്തിനാണ് ചെക്ക് ചെയ്യണത്? കാരണം പ്രിൻസിപ്പൽ ഓഡിറ്റർ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടാൻ വേണ്ടിയാണ്. സോ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രിൻസിപ്പൽ ഓഡിറ്റർ തിങ്ക് ചെയ്യും, ഈ വ്യക്തി തന്ന റിപ്പോർട്ട് മതിയാവോ, ഇത് കിട്ടിയ എനിക്ക് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആവോ എന്നൊക്കെ നോക്കും. So the responsibility of the principal auditor while using the work of the other auditor. So ഒരു പ്രിൻസിപ്പൽ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, അതെന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് പോയിന്റ്സ് അവിടെ പറയുന്നു. ഫസ്റ്റ് വൺ, അഡ്വൈസ് ദി അതർ ഓഡിറ്റർ ഓഫ് ദ യൂസ് ദാറ്റ് ഈസ് ടു ബി മെയ്ഡ് ഓഫ് ദി അതർ ഓഡിറ്റേഴ്സ് വർക്ക് ആൻഡ് റിപ്പോർട്ട് ആൻഡ് മേക്ക് സഫീഷ്യന്റ് അറേഞ്ച്മെന്റ്സ് ഫോർ കോർഡിനേഷൻ ഓഫ് ദി എഫേർട്സ് അറ്റ് ദി പ്ലാനിംഗ് സ്റ്റേജ് ഓഫ് ദി ഓഡിറ്റ്. പ്രിൻസിപ്പൽ ഓഡിറ്റർ അതർ ഓഡിറ്ററിൻ്റെ അടുത്ത് പറയും, നിങ്ങളുടെ വർക്ക് എനിക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, സോ നമ്മൾ തമ്മിലൊരു പ്രോപ്പർ കോർഡിനേഷൻ വേണം. അതെപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്, ആ ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്ന അത് സ്റ്റേജ് ഓഫ് ദി പ്ലാനിങ്, ആ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ വർക്ക് എനിക്ക് യൂസ് ചെയ്യാനാണ്. സോ പ്രോപ്പർ എന്ത് വേണം, പ്രോപ്പർ കോർഡിനേഷൻ നമ്മൾ തമ്മിൽ വേണോ എന്ന് അഡ്വൈസ് കൊടുക്കും. ആർക്ക്? പ്രിൻസിപ്പൽ ഓഡിറ്റർ അതർ ഓഡിറ്ററിന് കൊടുക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, the principal auditor would inform the other auditor of matters such as requiring special consideration, procedure for the identification of intercomponent transaction that may require disclosure and timetable for completion of audit. ഇതിനകത്ത് പ്രിൻസിപ്പൽ ഓഡിറ്റർ അതർ ഓഡിറ്ററിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യും കുറച്ച് മാറ്റേഴ്സ്. എന്തൊക്കെ വേണ്ട? സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ, ബ്രാഞ്ച് ടു ബ്രാഞ്ച് തമ്മിൽ നമ്മൾ സിഎൻഡറിൽ തന്നെ ബ്രാഞ്ച് അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്. അക്കൗണ്ട്സിൽ ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ, വൺ ബ്രാഞ്ച് ടു സെക്കൻഡ് ബ്രാഞ്ചിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നത്. സോ അതാണ് സ്പെഷ്യൽ കൺസിഡറേഷൻ. ആ മാറ്റേഴ്സ്. ദെൻ പ്രൊസീജിയർ ഫോർ ഐഡന്റിഫിക്കേഷൻ ഇന്റർ കമ്പോണന്റ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്, ഇതിനെല്ലാം എന്ത് വേണം? ഡിസ്ക്ലോഷർ വേണം. ആൻഡ് ടൈം ടേബിൾ ഫോർ ദി കംപ്ലീഷൻ ഓഫ് ഈ ഓഡിറ്റ് എപ്പോൾ തീർക്കുമെന്നൊരു ടൈം ടേബിൾ വേണം. ഇത് എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ഓഡിറ്റർ അതർ ഓഡിറ്ററിന് ഇൻഫോം ചെയ്യും. ഈ മാറ്റേഴ്സൊക്കെ ഒന്ന് അഡ്വൈസ് ചെയ്യും, നിങ്ങളുടെ വർക്ക് എനിക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, സോ നമ്മൾ തമ്മിൽ പ്രോപ്പർ കോർഡിനേഷൻ വേണമെന്ന് അഡ്വൈസ് ചെയ്യും. ദെൻ പ്രിൻസിപ്പളോട് ഇൻഫോം ചെയ്യും, ഈ മാറ്റേഴ്സൊക്കെ വേണം. സ്പെഷ്യൽ കൺസിഡറേഷൻ ഇസ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ ആൻഡ് പ്രൊസീജിയർ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ഇന്റർ കമ്പോണന്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് ദാറ്റ് മേ റിക്വയർ ഡിസ്ക്ലോഷർ ആവശ്യമുണ്ട്. ദെൻ ടൈം ടേബിൾ ഫോർ കംപ്ലീറ്റിംഗ് ദി ഓഡിറ്റ്. ദെൻ നെക്സ്റ്റ് അഡ്വൈസ് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ, advise the other auditor of the significant accounting, auditing and reporting requirements and obtain representation as to compliance with them. ഇതെന്താന്ന് വെച്ചാൽ അതർ ഓഡിറ്ററിൻ്റെ അടുത്ത് പ്രിൻസിപ്പൽ ഓഡിറ്റർ അഡ്വൈസ് കൊടുക്കും. സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ് ഒക്കെ വേണമെന്ന് കൊടുക്കും. ആൻഡ് ഒബ്റ്റെയിൻ റെപ്രസെൻറ്റേഷൻ ആസ് ടു കംപ്ലൈൻസ് വിത്ത് ദം. ഈ ഒബ്റ്റെയിൻ റെപ്രസെൻറ്റേഷൻ ആസ് ടു കംപ്ലൈൻസ് വിത്ത് എന്ന് പറയുന്നത്, other auditor should give representation regarding the complaints എന്ന് വെച്ചാൽ
ലോയുടെ ബേസിസിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. സോ അതിന് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ അതർ ഓഡിറ്റർ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് കൊടുക്കണം. ഞാൻ ഈ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകുന്നതല്ല എന്തിൻ്റെ ബേസിസിലാണെങ്കിൽ ലോയുടെ ബേസിസിലാണ് എന്ന് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ആര് കൊടുക്കും? അതർ ഓഡിറ്റർ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് കൊടുക്കും. സോ ഇതും അതർ ഓഡിറ്ററിന് പ്രിൻസിപ്പൽ ഓഡിറ്ററിന് അഡ്വൈസ് ആണ് എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ആയിരിക്കണം, സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റിംഗ്, റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്, റിട്ടേൺ റെപ്രസെൻറ്റേഷൻ കിട്ടുകയും ചെയ്യണം. ദെൻ review written summary of the other auditors procedures and findings which may be in the form of completed questionnaire or checklist. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് എന്ത് മാത്രമേ റിവ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ? റിവ്യൂ ഓഫ് എ റിട്ടൺ സമ്മറി ഓഫ് ദി അതർ ഓഡിറ്റഡ് പ്രൊസീജിയേഴ്സ്. ഇതിനകത്ത് ഒരു ഡോക്യുമെന്റേഷനിൽ ഒരു പോയിന്റ് കൊണ്ടും പറയുന്നുണ്ട്. ഒന്ന് വർക്കിംഗ് പേർപ്പസ്. ഒരു ഓഡിറ്റ് ചെയ്ത വർക്കിംഗ് പേർപ്പസ് ആരാണ് അതിൻ്റെ ഓണർ ഓഫ് ദി വർക്കിംഗ് പേപ്പർ ഈസ് ഡൺ ഓണർ ഓഫ് ദി വർക്കിംഗ് പേപ്പേഴ്സ് ഓഫ് ദി അതർ ഓഡിറ്റർ ഈസ് അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് ബ്രാഞ്ച് ഓഡിറ്റർ. So he may at his discretion give his working paper to principal auditor. So working papers ബ്രാഞ്ച് ഓഡിറ്ററിന്റെ ഓണർഷിപ്പ് തന്നെയാണ്. വേണമെങ്കിൽ അയാളുടെ ഇഷ്ടപ്രകാരം അയാൾക്ക് എന്ത് വേണമെങ്കിൽ വർക്കിംഗ് പേപ്പേഴ്സ് ആർക്ക് കൊടുക്കാം? പ്രിൻസിപ്പൽ ഓഡിറ്ററിന് കൊടുക്കാം. സോ ഇവിടെ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് എന്ത് മാത്രം റിവ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ? സമ്മറി മാത്രമേ. കാരണം പ്രിൻസിപ്പൽ ഓഡിറ്റർ നോക്കണം അതർ ഓഡിറ്ററിന് എന്താ പറയാനും അതർ ഓഡിറ്റർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ധാരാളമായിരിക്കുമോ എൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ? അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണത്. സോ ഇവിടെ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ അയാളുടെ അതർ ഓഡിറ്ററിന്റെ റിട്ടേൺ സമ്മറി മാത്രമേ റിവ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് ഫൈൻഡിങ്സ് വിച്ച് മേ ബി ഇൻ ഫോം ഓഫ് കംപ്ലീറ്റ് ക്വസ്റ്റ്യനെയർ ചെക്ക് ലിസ്റ്റ്. ആൻഡ് പ്രിൻസിപ്പൽ ഓഡിറ്റർ മേ ഓൾസോ വിഷ് ടു വിസിറ്റ് അതർ ഓഡിറ്റർ പോയി വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ദെൻ other audit procedure, അതാണ് നെക്സ്റ്റ്. നേച്ചർ ടൈമിംഗ് and extent of procedure will depend on the circumstance of the engagement principal auditor, knowledge of professional competence other auditor. This knowledge may have enhanced from the review of the previous work of the auditor. ഇതെന്താണെന്ന് വെച്ചാൽ other procedures which depends upon the nature, timing and extent of engagement and competence of other auditor. That principal auditor will review by going through the previous audit work of the other auditor. സോ അതർ ഓഡിറ്റർ മതിയൊന്ന് നോക്കാനായിട്ട് പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്തൊക്കെ ചെയ്യും? സമ്മറി ചെക്ക് ചെയ്ത് വിസിറ്റ് ചെയ്യും, ഡിസ്കസ് ചെയ്യും, അഡ്വൈസ് ചെയ്യും. പ്രീവിയസ് വർക്കിൽ ആ വ്യക്തി ചെയ്ത പ്രീവിയസ് വർക്കിൽ ഓഡിറ്റൊക്കെ ചെക്ക് ചെയ്യും. സോ അത് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം മതിയോ ഈ ഓഡിറ്റർ തരുന്ന അഡ്വക്കേറ്റ് ആയിരിക്കും എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയാൾ നേരത്തെ ചെയ്ത പ്രീവിയസ് വർക്കൊക്കെ എക്സാമിൻ ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇതാണ് SA-600 പറയുന്നത്. ഒന്ന് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്താണെന്ന് പറയുന്നുണ്ട്, ദെൻ ബ്രാഞ്ച് ഓഡിറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്, ദ പെർഫോമൻസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി പ്രിൻസിപ്പൽ ഓഡിറ്റർ വൈൽ യൂസിങ് ദി വർക്ക് ഓഫ് അതർ ഓഡിറ്റർ. അയാൾ എന്തൊക്കെ പെർഫോമൻസ് ടു ബി പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ്. സോ ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട്സ് ലോ പ്രകാരം ഇതിലൂടെ ബ്രാഞ്ച് ഓഡിറ്റ് ഇന്ത്യയിൽ ഓഡിറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും, ഔട്ട്സൈഡ് ഇന്ത്യ ഓഡിറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും. ദെൻ ലാസ്റ്റ് ബ്രാഞ്ച് ഓഡിറ്റർ പീരിയോഡിക്കലി സെൻഡ് ചെയ്യുന്നുണ്ട് ഓഡിറ്ററിന്. ദെൻ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ദെൻ യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വേർ another auditor has appointed for the component, the principal auditor would normally entitled to rely upon the work of such auditor unless there are special ആ കാര്യങ്ങൾ പറയണം. then procedures to be performed. ഇത്രേ ഉള്ളൂ. then ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. CA Dicky Yadav is auditor of a company having 4 branches. CA Dicky ആണ് കമ്പനി ഓഡിറ്റർ. ദെൻ അവർക്ക് 4 ബ്രാഞ്ചസ് ഉണ്ട്. the 4 branches are audited by another auditor, CA Yamini Jain. പ്രിൻസിപ്പൽ ഓഡിറ്റർ ആരാണ്? CA Dicky Yadav and CA Yamini Jain is the other auditor. The reports in respect of accounts of branches examined by her have already been sent to company auditor. എന്ന് വെച്ചാൽ CA Yamini ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്? കമ്പനി ഓഡിറ്ററിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ ഓഡിറ്റ് CA Dicky Yadav asked the branch auditor to share with her summary of audit procedures and findings in respect of auditors of branches examined. എന്ന് വെച്ചാൽ ഓഡിറ്റിന്റെ സമയത്ത് CA Dicky Yadav ബ്രാഞ്ച് ഓഡിറ്ററിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ അല്ലെങ്കിൽ ഫൈൻഡിങ്സിന്റെയും സമ്മറി വേണമെന്ന് പറഞ്ഞു. സോ CA Yamini Jain feels it is encroachment of her domain. Discuss the issue.
ഓക്കെ. സി എ എന്താണ് പറയുക, ബ്രാഞ്ച് ഓഡിറ്റ് ആ സി എ യാമിനി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സി എ ഡിക്ക് വന്ന് ചോദിച്ചത് ആൾക്ക് എന്താ പറയുക, അവർ ചെയ്ത ഓഡിറ്റ് വേറെ ആൾ ചെയ്യാന്ന് പറയുന്നത് എന്താണ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാം. നമ്മളെ സ്ഥലത്ത് നിന്ന് വേറൊരാൾ വന്ന് നിൽക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആ ഒരു മീനിങ്. സോ ഇവിടെ is not an encroachment for her domain because it's a responsibility of the principal auditor while using the audit of other. കാരണം ഈ ബ്രാഞ്ച് ഓഡിറ്റ് നൽകുന്ന റിപ്പോർട്ട് വെച്ച് ദെൻ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് പ്രിൻസിപ്പൽ ഓഡിറ്റർ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. സോ എന്തൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം, നമ്മളിവിടെ പറഞ്ഞ പ്രൊസീജിയേഴ്സ് പെർഫോം, ഇതെല്ലാം നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത്, സമ്മറി കിട്ടുന്നത്, വിസിറ്റ് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, അഡ്വൈസ് ചെയ്യുന്നത്, പ്രീവിയസ് വർക്ക്, ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ആരുടെ പ്രിൻസിപ്പൽ ഓഡിറ്റർ. ഓക്കെ. സോ ഇറ്റ് ഈസ് നോട്ട് എൻ എൻക്രോച്ച്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടാകുന്ന, കാരണം അത് പ്രിൻസിപ്പൽ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് അതൊക്കെല്ലാം സമ്മറി റിവ്യൂ ചെയ്യേണ്ടതൊക്കെ. ഓക്കെ. ഇത്രേ ഉള്ളൂ ഈസി സ്റ്റാൻഡേർഡ്, ചെറിയ സ്റ്റാൻഡേർഡ്. നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.